പ്രൈസ് ദി ലോർഡ്. നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യത്തില്, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ചുള്ള തന്റെ ഹൃദയഭാരമാണ് പറയുന്നത് 1-ാം വാക്യത്തിൽ. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലൻ അത് പറയുമ്പം താൻ അങ്ങനെ ഒരാളായിരുന്നു അല്ലേ? ആ എരിവ് നിമിത്തമാണ് ദൈവസഭയെ മുടിക്കാനായിട്ട് അപ്പോസ്തലൻ ഓടി നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്ക് അവരോടുള്ള ബന്ധത്തിൽ അടുത്തറിയാം. പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ അവർ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണ്. 3-ാം വാക്യത്തിൽ പറയുന്നു അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അത് പറയുമ്പോഴും താൻ കടന്നുപോയ വഴിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം പെട്ടെന്ന് നമുക്കിത് ഗ്രഹിക്കാൻ കുറച്ച് വിഷമമുണ്ട്. അപ്പോസ്തലൻ പത്രോസ് പോലും പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ലഭിച്ച ജ്ഞാനത്താൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അപ്പം അപ്പോസ്തലൻ തന്നെ പറയുന്ന ഒരു സാക്ഷ്യമാണത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എത്ര അധികമായിരിക്കും. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം പറയാം. ഈ സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നത് ഈ വഴിയിലൂടെ നമ്മൾ നടന്നിട്ടാണ്. ഉദാഹരണം, കണക്കൊക്കെ ഒരാൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് 1-ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങണം. കൂടുതൽ ക്ലാസ്സിലേക്ക് പഠിക്കും തോറും കണക്കിന്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ ആൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അത് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കണക്ക് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. ആത്മീയമായിട്ടും ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ വഴിയിലൂടെ നടന്നുപോയി നമ്മൾ ഇതിലൂടെ കടന്നിട്ടാണ് ഈ സത്യങ്ങളെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, 2 കാര്യമുള്ളൂ. ഒന്ന് സ്വന്തം നീതി, ഒന്ന് ദൈവനീതി. അപ്പൊ ഇത് തമ്മിൽ തിരിച്ചറിയാനായിട്ട് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. നമ്മളിൽ തന്നെ അത് കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ദൈവനീതിയോടുള്ള ബന്ധത്തിൽ അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തില് കർത്താവ് ഇങ്ങനെ പറയുന്നു, അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യന് മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. അപ്പൊ സ്വന്തം നീതി അന്വേഷിക്കുന്നവര് എപ്പോഴും തങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കും. തങ്ങളുടെ പ്രവൃത്തിക്ക് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഏതെങ്കിലും തുടങ്ങിയതാണ്. ആദാമിനെ ദൈവം ആദ്യം അഭിമുഖീകരിക്കുന്നത്, ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? നമുക്കത് അറിയാം, ഒരു ഏസോർണോ ക്വസ്റ്റ്യൻ. അത് തിന്നു അല്ലെങ്കിൽ ഇല്ല. പക്ഷേ ഉത്തരത്തിൽ ഇല്ലാത്ത 3-മതൊരു ഉത്തരവാ ആദാം പറഞ്ഞത്. നീ എന്നോട് ഇഴിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാനത് തിന്നുകയും ചെയ്തു. അപ്പം ഈ സ്വന്തം നീതിയിൽ ആശ്രയിക്കുന്ന ഒരാൾ എപ്പോഴും തന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും അതിന്റെ കുറ്റം മറ്റൊരാളുടെ മേൽ ആരോപിക്കുകയും ചെയ്യും. ഞാൻ പലപ്പോഴും കുടുംബജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഭർത്താക്കന്മാര് പറയും, നീ അതിനെല്ലാം കാരണം. ഭാര്യമാരെ കുറ്റപ്പെടുത്തി പറയും. പക്ഷെ ഒരു ദൈവിക നീതിയിൽ നടക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ പറയല്ല. ആ ആള് ചെയ്യുന്ന ഒരു കാര്യം യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെ, യെശയ്യാ 53-ല് അതിന്റെ യെശയ്യാപ്രവചനം 53-ന്റെ 6-ാമത്തെ വാക്യം, അല്ല 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, എന്നാൽ യഹോവ നമ്മുടെ എല്ലാ അകൃത്യം അവന്റെ മേൽ ചുമത്തി. അതിന്റെ അനന്തരഫലം,
തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും, രോമം കത്തിരിക്കുന്ന മിണ്ടാതില്ല, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവർ കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. ഇവിടെ പരീശന്മാരുടെ കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നവരാ. പക്ഷെ ദൈവനീതിയുടെ പിന്നാലെ പോകുന്ന ഒരാള് ഒരിക്കലും തന്നെ ന്യായീകരിക്കരുതെന്ന് മാത്രമല്ല, താൻ ചെയ്യാത്ത ഒരു കുറ്റം തന്റെ മേൽ ആരോപിക്കപ്പെടുമ്പം പോലും ഒഴിഞ്ഞു മാറത്തില്ല. കർത്താവിനെ നമ്മൾ പിന്തുടരുന്നത് നമുക്കറിയാം. നമ്മുടെ എല്ലാ പാപങ്ങളുടെ പേരിലാണ് അവൻ ശിക്ഷിക്കപ്പെട്ടെ. പക്ഷെ അവൻ അവിടെ വായ തുറക്കാതെ മിണ്ടാതിരുന്നു. സങ്കീർത്തനം 38 സങ്കീർത്തനത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ സങ്കീർത്തനക്കാരൻ എഴുതുമ്പോ, ദാവീദ് എഴുതുമ്പോ അതിന്റെ 12 മുതലുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവെക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതെ സംസാരിക്കുന്നു, അവർ ഇടപെടാതെ ചതിവ് ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചെകിടിനെ പോലെ കേൾക്കാതിരുന്നു, വായ തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയുമായിരുന്നു. അതിന്റെ കാരണം എന്താ? നീതിയിരിക്കുന്നവൻ ദൈവമാണ്. നമ്മൾ 8-ാം അധ്യായത്തിൽ പഠിച്ചു, കുറ്റം വിധിക്കുന്നവൻ ആർ. അപ്പം നമ്മൾ ദൈവഭാഗം ജീവിക്കുമ്പോൾ ദൈവനീതി അന്വേഷിക്കുന്ന ഒരാള് ഒരിക്കലും തന്നെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കത്തില്ല. തെറ്റായിട്ട് കുറ്റാരോപണം ആരോപിക്കപ്പെടുമ്പോൾ പോലും വായ തുറക്കാതെ നിശബ്ദനായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാനുള്ള നല്ലൊരു പരീക്ഷയായത്. അപ്പൊ നമ്മുടെ കുറ്റത്തിന്റെ പേരിൽ നമ്മളെ ഒരാൾ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ പോലെ ആ മനുഷ്യൻ ഞാനാണെന്ന് സമ്മതിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കും. എനിക്ക് തെറ്റുപറ്റി, ഞാൻ അതിന്റെ ഉത്തരവാദി എന്ന് പറയും. ഇനി ചെയ്യാത്തൊരു കുറ്റാരോപണം നമ്മുടെ മേൽ വരുമ്പോഴും ഈ നീതിയുടെ വഴി നടക്കുന്ന ഒരാള് തന്നെത്താൻ ന്യായീകരിക്കാൻ നിൽക്കത്തില്ല. അതിന്റെ കാരണം ഈ നീതീകരിക്കുന്നതും ദൈവമാണെന്നുള്ളൊരു ആന്തരിക ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് പലതും മറഞ്ഞിരുന്നാലും ഒരിക്കലും ഇതെല്ലാം വെളിപ്പെട്ട് വരും, വെളിച്ചത്തി വരും. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഇന്ന് നമ്മൾ മനുഷ്യരുടെ പുകഴ്ചയാണോ ദൈവത്തിന്റെ പുകഴ്ചയാണോ അന്വേഷിക്കും? ദൈവത്തിന്റെ പുകഴ്ചയാണോ ഭാര്യയുടെ പുകഴ്ചയാണോ, അല്ലെ ദൈവത്തിന്റെ പുകഴ്ചയാണോ ഭർത്താവിന്റെ പുകഴ്ചയാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് തങ്ങളെ തന്നെ ന്യായീകരിക്കുകയും നീതീകരിക്കുകയും തങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവന്റെ ചിന്തയിൽ മുഴുവൻ എങ്ങനെ എനിക്ക് എന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷെ നീതിയുടെ വഴി പിന്തുടരുന്ന ഒരാൾ എപ്പോഴും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ദൈവം തന്നെ നീതിയിരിക്കാൻ വേണ്ടി സ്വസ്ഥനായിരിക്കും, സമാധാനത്തോടെ ഇരിക്കും. അതുപോലെ തന്നെ ഈ 35-ാമത്തെ സങ്കീർത്തനത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു, അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തിട്ട് പ്രാണന് അനാഥത്വം വരുത്തുന്നു. ഞാനും അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു, ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരൻ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നതിനെ പോലെ ഞാൻ ദുഃഖിച്ച് നടന്നു. ഒരു നീതിയുടെ വഴി നടക്കുന്ന ഒരാളുടെ പ്രത്യേകത ഇതാണ്. മറ്റുള്ളവർ തനിക്കെതിരായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ വ്യക്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി ദൈവകരുണയ്ക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു സ്വന്തം നീതിയിൽ അന്വേഷിക്കുന്ന ഒരാളുടെ പ്രത്യേകതയെ കുറിച്ച് 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ അതിന്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് കൂട്ടം കൂടി. ഞാൻ അറിയാത്ത അധന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു. അവർ ഇടവിടാതെ എന്നെ പഴിച്ചു പറഞ്ഞു. നമ്മൾ പലപ്പോഴും പലരോടുള്ള ബന്ധത്തിലും ഈ സ്വന്തം നീതി പിന്തുടരുന്നവരെ അറിയാത്ത പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരെ പഴിച്ചു പറയുകയും കുറ്റപ്പെടുത്തുകയും അവർ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ദൈവവഴി നടക്കുന്ന ഒരാള് ഒരിക്കലും അത് ചെയ്യത്തില്ല. ദൈവിക നീതി അന്വേഷിക്കുന്നയാള് തന്നെ കുറ്റം ഏറ്റെടുക്കാൻ മനസ്സുള്ളവനായിരിക്കും. ഇനി താൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പോലും താൻ തെറ്റായിട്ട് ആരോപിക്കപ്പെടുമ്പം അതിനോട് എതിർത്ത് നിൽക്കത്തില്ല. അപ്പം ഈ നീതിയോടുള്ള ബന്ധത്തിൽ അതിന്റെ തിയറിറ്റിക്കൽ വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും
അതിന്റെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അപകടങ്ങളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും. അപ്പം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. സ്വന്തം നീതി അന്വേഷിക്കുന്ന ഒരാള് തന്നെ തന്നെ പ്രസാദിക്കുകയും തന്നെ തന്നെ ഉയർത്തുകയും ചെയ്യുന്ന ഒരാളായിരിക്കും. ദൈവിക നീതി അന്വേഷിക്കുന്ന ഒരാള് ഒരിക്കലും തന്നെ തന്നെ പ്രസാദിക്കത്തില്ല. കർത്താവിനെ കുറിച്ച് റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ തന്നെ തന്നെ പ്രസാദിച്ചില്ല. ഇത് മാത്രമല്ല, അവൻ എപ്പോഴും തന്നെത്താൻ താഴ്ത്തിക്കൊണ്ടേയിരിക്കും. റോമർ 8:28 അവന്റെ ജീവിതത്തിൽ സജീവത്വമുള്ളവരായിരിക്കും. എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാം എൻ്റെ ആത്യന്തിക നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിക്കും. നീതീകരിക്കുകയല്ല, ഒച്ചയുണ്ടാക്കത്തില്ല, തർക്കിക്കത്തില്ല, വാദിക്കത്തില്ല. കർത്താവ് പിലാത്തോസിന് മുമ്പിൽ നിന്നപോലെ ഉത്തരം പറയാത്ത ഒരുത്തനെ പോലെ നിൽക്കും. ഇതിന്റെ കാരണം എന്താ? എൻ്റെ പിതാവ് അധികാരം തന്നിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേലെ യാതൊരു അധികാരം ഉണ്ടാവത്തില്ല. നമ്മളും ഈ നീതിയുടെ വഴി പിന്തുടരുമ്പം നമ്മൾ എപ്പോഴും ആ ഒരു മനോഭാവം ഉള്ളവരായിരിക്കും. നമുക്ക് ആ ഒരു മനോഭാവം ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വന്തം നീതി അന്വേഷിക്കും. നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ടായിരിക്കും നമ്മൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേലിന് പറ്റിയ തെറ്റതാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടാതെ അല്ലെ അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ. അപ്പൊ നമ്മൾ ഈ വഴിയിൽ നടന്നാണ് ദൈവനീതിയെ കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മത്തായി 5 പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവനീതി അന്വേഷിക്കുന്ന ഒരാൾക്ക് അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷെ സ്വന്തം നീതി അന്വേഷിക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെ, ന്യായപ്രമാണത്തിന്റെ നീതിയിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ന്യായപ്രമാണത്തിന്റെ നീതി പറയുന്ന പല്ലിന് പകരം പല്ല്. പക്ഷേ ക്രിസ്തുവിന്റെ നീതി പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനും പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അപ്പൊ സൗരസന്മാരെ നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ഇത് പ്രായോഗിക തലത്തില് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ സ്വന്തം നീതി അന്വേഷിക്കുന്ന ഒരാൾ എപ്പോഴും മറ്റുള്ളവരുടെ മേലെ കുറ്റം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തില് അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തില് ഈ സ്വന്തം നീതി അന്വേഷിക്കുന്നവരെപ്പോഴും അസൂയാലുക്കളായിരിക്കും. മറ്റുള്ളവരോടുള്ള ബന്ധത്തില് എപ്പോഴും അസൂയയോടെ അവരെ നോക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ. നമ്മൾ എങ്ങനെയാണ് നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ എങ്ങനായിരിക്കുന്നു? നമ്മള് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ്. മർക്കോസ് 15:9 പിലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ ഹാജരാക്കിയതിനോടുള്ള ബന്ധത്തിൽ അവിടെ പിലാത്തോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞത് കൊണ്ട് അവരോട്. ഈ സ്വന്തം നീതി അന്വേഷിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നിരന്തരമായ അസൂയയായിരിക്കും. അവർ അസ്വസ്ഥരായിരിക്കും. അവർ ദൈവത്തിൽ സ്വസ്ഥരായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അസ്വസ്ഥരാത്മാവിലായിരിക്കും. അസൂയ നിരന്തരമായിട്ട് അവരുടെ ഉള്ളില് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, യോസേഫിന്റെ ചരിത്രത്തില് യോസേഫിന്റെ സഹോദരന്മാർ അവനെ പഴിക്കാൻ കാരണം എന്താ? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത്. ഉൽപ്പത്തി 37-ല് അതിന്റെ ഉൽപ്പത്തി 37-ന്റെ 2-ാമത്തെ വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്നത്, യോസേഫ് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയിട്ട് പോകുന്ന വഴിയില് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസേഫ് അപ്പനോട് വന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴി ഇവർ കാണിക്കുന്ന ദൈവവിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ച് അവൻ കേട്ടതെല്ലാം അപ്പനോട് വന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനോട് അവർക്കൊരു അസൂയ ഉണ്ടായിരുന്നു നിരന്തരമായിട്ട്. 4-ാം ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അധികം അവനെ സ്നേഹിക്കുന്നുവെന്ന് അവന്റെ സഹോദരന്മാരെ കണ്ടിട്ട് അവനെ പകച്ചു. ഈ സ്വന്തം നീതി അന്വേഷിക്കുന്ന ഒരാളുടെ പ്രത്യേകതയാണ്, തനിക്ക് 1-ാം സ്ഥാനം കിട്ടുന്നില്ല, താൻ അംഗീകരിക്കപ്പെടുന്നില്ല, താൻ ബഹുമാനിക്കപ്പെടുന്നില്ല, തന്റെ വാക്കിന് വില
കൽപ്പിക്കപ്പെടുന്നില്ലെന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവരെ പകയ്ക്കാൻ തുടങ്ങും. അവരോട് കയ്പും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കും. പക്ഷെ ദൈവനീതിയുടെ വഴി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ പ്രശംസിക്കപ്പെടുമ്പം, അംഗീകരിക്കപ്പെടുമ്പം, അവർ ഉയരുമ്പം സന്തോഷിക്കുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ കാണാം ഇത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രായോഗിക വഴികളിലാണ് നമ്മൾ ഇത് തിരിച്ചറിയുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ പിള്ളേർക്ക് ഇപ്പൊ അപ്പനോടുള്ള ബന്ധത്തില് കുഞ്ഞ് പറയുകയാണ് എനിക്ക് അപ്പനേക്കാൾ ഇഷ്ടം അമ്മയോടാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അസ്വസ്ഥയൊക്കെ വരും. നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് വളരെ വിഷമമുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാം ജഡത്തിലുള്ള കാര്യങ്ങളായത്. നമ്മൾ ദൈവിക നീതിയോടുള്ള ബന്ധത്തിൽ, ദൈവിക നീതി അന്വേഷിക്കുന്നിടത്ത് നമ്മൾ ഈ പകയ്ക്കുന്ന മനോഭാവത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ സ്വന്തം നീതി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇതിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് 37-ന്റെ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. നമ്മൾ തിമോഥെയോസ് വായിക്കുന്നുണ്ട്, ഒരു കൂട്ടരെ കുറിച്ച് അവർ ദോഷത്തിൽ മുതിർന്നു വരും. അപ്പൊ ദൈവിക നീതിയുടെ വഴി നടക്കുന്ന ഒരാള് അവർ ദോഷം അവരുടെ ജീവിതത്തിൽ കുറഞ്ഞുകൊണ്ടായിരിക്കുക. അവരുടെ ജീവിതത്തിൽ പകയില്ലെന്നല്ലുണ്ട്. മുന്നോട്ട് പോകും തോറും ആ പകയ്ക്കുന്ന സ്വഭാവത്തിൽ നിന്ന് അവർ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. അതുപോലെ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അതിന്റെ അവസാന ഭാഗത്ത് അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെ അധികം ദേഷിച്ചു. ദോഷത്തിൽ മുതിർന്നു വരുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ. പക്ഷെ യോസേഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദോഷത്തിലല്ല മുതിർന്നു വന്നേ, അവൻ താഴ്മയുടെ വഴിയിലാണ് നടന്നേ. ഈ പീഡനവും ഇതെല്ലാം അവൻ സഹിച്ചിട്ട് ദൈവത്തിന്റെ വചന നിമിത്തമുള്ള ഒരു ശോധനയിലൂടെ അവൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇനി അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. എന്താ അസൂയ തോന്നാൻ കാരണം? അവൻ 1-2 സ്വപ്നങ്ങൾ കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവരുടെ ഉള്ളിൽ ആദ്യം തന്നെ പകയുണ്ട്. അത് വളർന്നു 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 വന്നിട്ടാണ് അസൂയയിലെത്തി. അടുത്ത 18-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പലപ്പോഴും നമ്മൾ ആ ദൈവസഭയിലായിരിക്കുമ്പോൾ പ്രായോഗികമായിട്ട് ഇങ്ങനത്തെ വഴികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന കാണാനായിട്ട് കഴിയും. ഇപ്പൊ ഒരാൾക്കൊരു ഉത്തരവാദിത്വം സഭയിൽ കൊടുത്താൽ ഉടനെ പലരും ആൾക്കെതിരായിട്ട് തിരിയും. പിന്നെ എങ്ങനെയും ആളെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലായിരിക്കും അവര്. ലോകത്തിന്റെ അതേ ആത്മാവ്. പക്ഷെ നമുക്കറിയാം, കർത്താവ് തെരഞ്ഞെടുത്തവരോടുള്ള ബന്ധത്തിൽ മിക്കവാറും അപ്പോസ്തലന്മാര് മുക്കുവന്മാരായിരുന്നു, ചുങ്കം പിരിക്കുന്നവര് എന്ന് പറഞ്ഞ സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിലുള്ളവരാണ്. പക്ഷെ ആ സഭയായിട്ട് അവരെ ദൈവം പണിതപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്കൊരു അസൂയയോ പകയോ ഒന്നും കാണാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താ? 2 കൊരിന്ത്യർ 5:17 ഒരു പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അവന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളതൊന്നും കാണാൻ പാടില്ല. അവന്റെ ജഡത്തിലുണ്ടാവും, പക്ഷെ അവന്റെ മനോഭാവത്തിൽ ഒരിക്കലും ഇത് കാണാൻ പാടില്ല. മറ്റൊരാൾ ഉയർത്തപ്പെടുമ്പം, മറ്റൊരാള് പ്രശംസിക്കപ്പെടുമ്പം, അംഗീകരിക്കപ്പെടുമ്പം, അവരുടെ മേൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പം ദൈവിക നീതിയുടെ വഴി നടക്കുന്ന ഒരാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവനെപ്പോഴും ആളെ സപ്പോർട്ട് ചെയ്യും. ഇനി സാത്താന്റെ കുറ്റാരോപണം വരുമ്പോഴും ആ ആളെ അവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ വേറൊരു പ്രത്യേകത, നീതിമാന്റെ വേറൊരു പ്രത്യേകത, യോസേഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിന്റെ പിതാവായിരുന്ന യോസേഫ്, വളർത്തച്ഛൻ. തന്റെ ഭാര്യ തങ്ങൾ തമ്മിൽ കൂടി വരുന്നതിന് മുമ്പ് ഗർഭിണിയാണെന്ന് കണ്ടിട്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു, ആരും അറിയാതെ രഹസ്യമായിട്ട്. അവനെക്കുറിച്ച് നീതിമാനാകൊണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വീഴ്ചകളോടും പരാജയങ്ങളോടും ഉള്ള ബന്ധത്തിൽ അത് പരസ്യമാക്കാനല്ല, മൂടി വെക്കാനായിരിക്കും ഒരു നീതിമാനായ ഒരാൾ, അല്ലെ നീതിയെ പിന്തുടരുന്ന ഒരാള് ശ്രമിക്കുന്നത്. കർത്താവ് അതാ ചെയ്തേ. നമ്മുടെ എല്ലാം പാപത്തിന്റെ കുറ്റം തന്റെ മേലേറ്റ് നമ്മള് എബ്രായത്തി വായിക്കുന്ന, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ഓർക്കത്തില്ല. അപ്പൊ കർത്താവിനെ പിന്തുടരുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നാമും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഇങ്ങനത്തെ മനോഭാവത്തിൽ വളരുന്നില്ലെങ്കിൽ അത് കാണിക്കുന്നത് നമ്മൾ ദൈവിക വഴിയിലല്ല നടക്കുന്നത്, ഈ നീതിയുടെ വഴിയിലല്ല നടക്കുന്നത്. നമ്മൾ സ്വന്തം നീതി
ആദാമ്യമായൊരു നീതിയിലാണ് നടക്കുന്നത്. ആദാമ്യ നീതിയുടെ പ്രത്യേകത എന്തേലും അങ്ങനത്തെ ഒന്ന് കിട്ടിയ ഉടനെ അത് പരസ്യമാക്കുക എന്നുള്ളതാണ്. പരമാവധി പേരെ അറിയിക്കുക. അങ്ങോട്ട് ചെന്ന് കേട്ടില്ലേ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ദൈവിക നീതി നടക്കുന്ന ഒരാൾ മുന്നോട്ട് പോകുന്തോറും അവന്റെ ആ സ്വഭാവം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ പല വാർത്തകളും അവനിൽ വന്ന് അവനോടുകൂടി അത് അസ്തമിക്കും, മരിക്കും. അവന്റെ വായിൽ നിന്ന് അടുത്ത ഒരാളുടെ ചെവിയിലോട്ട് അത് പോകത്തില്ല. അപ്പൊ ദൈവസഭ പണിയുമ്പോൾ അങ്ങനെയുള്ളവരെ അങ്ങനെ ആക്കി തീർക്കാനാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ദൈവിക നീതിയുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയും ഉയർത്തിപ്പിടിക്കുന്നവരുമായി തീരാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് സഭയോടുള്ള ബന്ധത്തിൽ. ഇപ്പം പണ്ട് സാക്രർ രണ്ടു കൂട്ടം ഞണ്ടിനെ കുറിച്ച് പറഞ്ഞു. സിംഗപ്പൂരെ ഞണ്ടും ഇന്ത്യൻ ഞണ്ടും. അവിടെ സിംഗപ്പൂർ മാർക്കറ്റിൽ അപ്പൊ അതിനെ കുറിച്ച് ബ്രദർ പറഞ്ഞ് ഇത് നമ്മളെ വ്യത്യാസം അയാൾ പറഞ്ഞത്, ഇപ്പൊ ഈ എല്ലാ ഞണ്ടുകളും ജീവനുള്ളത് ഈ കൊട്ടയിൽ നിന്ന് പുറത്ത് ചാടാൻ ശ്രമിക്കും. അപ്പൊ ഇന്ത്യൻ ഞണ്ടാണ് ചാടാൻ പോകുന്നതിന് കാലെ പിടിച്ച് വലിച്ച് പിന്നെയും കൊട്ടയിലിടും. പക്ഷെ സിംഗപ്പൂർ ഞണ്ടാണ് ചാടാൻ പോകുന്നതിന് സപ്പോർട്ട് ചെയ്ത് പുറത്ത് ചാടാൻ ഉള്ള വഴി ഒരുക്കി കൊടുക്കും. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ ദൈവിക നീതി നമ്മൾ കണ്ടെത്തിയെങ്കിൽ മറ്റൊരാൾ ഉയർത്തപ്പെടുമ്പോൾ അവരെ നമ്മൾ പ്രശംസിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരോട് കൂടെ നിൽക്കും, അവരെ ഉത്സാഹിപ്പിക്കും. അല്ലെങ്കിലോ നമ്മൾ അവരുടെ കാലെ പിടിച്ച് എങ്ങനെയും ഇവരെ വലിച്ച് താഴെ ഇട്ടിട്ട് അവരുടെ മേലെ കയറി നിൽക്കാനായിട്ട് ശ്രമിക്കും. നിരന്തരമായിട്ട് ഈ സാത്താന്യ ലോകത്ത് അങ്ങനെ സംഭവിക്കുന്നത്. പണ്ട് സാക്രർ ഉദാഹരണം ഞാൻ ഓർക്കാം, സ്വർഗത്തിൽ ചെന്നപ്പം ഈ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ നരകത്തിൽ ചെന്നപ്പോഴും എല്ലാവർക്കും നീണ്ട തവിയാണുള്ളത്. നീളം കൂടി തവി ആയതുകൊണ്ട് മുന്നേ വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് കോരാൻ പറ്റത്തില്ല. അപ്പൊ ഇവര് കോരാൻ ശ്രമിച്ച് നടക്കാതെ ആകെ പ്രശ്നവും ഒച്ചപ്പാടും ബഹളമാണ്. അപ്പൊ സ്വർഗത്തിൽ ചെന്നപ്പോഴും അവിടെ ഇങ്ങനെ തന്നെ നീളമുള്ള തവിയാണുള്ളത്. പക്ഷെ സ്വർഗത്തിൽ കണ്ട കാര്യം, ഈ തവി കൊണ്ട് കോരിയിട്ട് കുറെ അകലെ ഇരിക്കുന്ന ആളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുക, അവൻ തിരിച്ച് ഇയാൾക്ക് ഒഴിച്ചു കൊടുക്കും. പക്ഷെ നരകത്തിലെ പ്രശ്നം തന്നെത്താൻ കുടിക്കാൻ ശ്രമിച്ച് നടക്കാഞ്ഞിട്ടാകെ അസ്വസ്ഥരായിരിക്കുക. അപ്പൊ ആ രണ്ട് മനോഭാവങ്ങളെ കുറിക്കുന്നതാണ്. അപ്പൊ സഭയ്ക്കുള്ളിൽ വരുമ്പം ദൈവം നമ്മളിൽ അങ്ങനത്തെ ഒരു പുതിയ, നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത്, നമ്മള് ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന ഒരു പുതിയ വർഗം എന്നാ പറയുന്നത്. ന്യൂ റേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പുതിയ വർഗം ആദാമിൽ നിന്ന് വീണ്ടെടുത്തിട്ട് സ്വർഗീയമായ ഒരു വർഗമായിട്ട് നമ്മളെ തീർക്കുക ചെയ്യുന്നത്. നമ്മുടെ മനോഭാവങ്ങളിലും കാഴ്ചപ്പാടുകളിലും പ്രതികരണങ്ങളിലും ഉദ്ദേശങ്ങളിലും ആഗ്രഹങ്ങളിലെല്ലാം വളരെ സ്വർഗീയമായ ഒരു മനസ്സുള്ളവർ. നമ്മളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തില്. അപ്പൊ സഭയ്ക്കുള്ളില് ദൈവം അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ പണിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമുക്കറിയാം, സാത്താൻ നിരന്തരമായിട്ട് നമ്മളെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി കളയാനാ ശ്രമിക്കുക. കുടുംബങ്ങളിൽ ദൈവം അത് തന്നെ ചെയ്യാനാ ശ്രമിക്കുക. കുറ്റപ്പെടുത്തലിന്റെ ഒരു ആത്മാവേ ഇല്ലാതെ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുപറ്റുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ കുറ്റപ്പെടുത്തലില്ല. കാരണം സ്വർഗത്തിലൊരു കുറ്റപ്പെടുത്തലിന്റെ, കർത്താവിനൊരു കുറ്റപ്പെടുത്തലിന്റെ ആത്മാവില്ല. നമ്മളിൽ ആദ്യം വരുന്ന പ്രതികരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ടാണ്. പക്ഷെ സഭയ്ക്കുള്ളിൽ ദൈവം നമ്മളെ പണിയുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താത്ത ഒരു മനോഭാവമുള്ളവരാക്കി തീർക്കാനായിട്ടാണ് ദൈവം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെ കുറിച്ച് തീത്തോസില് 3-ാമത്തെ അധ്യായത്തില് നമ്മുടെ പഴയ നടപ്പിനോടുള്ള ബന്ധത്തിൽ അവിടെ പരിശുദ്ധാത്മാ രേഖപ്പെടുത്തുമ്പം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തില് തുടങ്ങിയത് ഇങ്ങനെയാണ്. 3:1 മുതൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെ കൊണ്ട് ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തരായും സകല മനുഷ്യരോടും പൂർണ്ണ സംഗത കാണിപ്പാനും വരെ ഓർമ്മപ്പെടുത്തുക. ഇതാ പുതിയ വർഗത്തിന്റെ പ്രത്യേകത. ഇതൊക്കെയാണ് ഒരു പുതിയ റേസിന്റെ സ്വഭാവങ്ങൾ. ഇനി പഴയ വർഗത്തിന്റെ സ്വഭാവം പറഞ്ഞ 3 മുതൽ മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പഹിക്കുന്നവരുമായിരുന്നുവല്ലോ. അപ്പൊ പഴയ വർഗത്തിന്റെ ലക്ഷണം ഇതല്ല 3 മുതലുള്ള 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പുതിയ മനുഷ്യൻ പുതിയ വർഗത്തോടുള്ള ബന്ധത്തിൽ അവരെ അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നത് 1-ാം വാക്യത്തിലാണ്. ഒന്നാമത് അനുസരണമുള്ളവനായിരിക്കുക, വാഴ്ചകൾക്കും അധികാരങ്ങളും കീഴടങ്ങി അനുസരിപ്പാനും. വെറുതെ അനുസരിക്കുകയല്ല, കീഴടങ്ങി അനുസരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രത്യേകതയുള്ള ഒരു പദപ്രയോഗം. ആന്തരികമായ ഒരു മനോഭാവത്തെ കുറിക്കുന്നതാണ്. സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെ കൊണ്ട് ദൂഷണം പറയാതെ.
കലഹിക്കാതെയും ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ പുതിയ വർഗത്തിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇത് നിരന്തരമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മറന്നുപോകും അല്ലേ? അരണയെ കുറിച്ച് പറയാറുണ്ട്, തലയിരുന്നിടത്ത് വാലെത്തുമ്പോഴത്തേനും അരണ പോകുന്ന കാര്യം മറന്നു, എന്തിനാ ഞാൻ പോയെന്നുള്ളത് മറന്നു എന്ന് പറയാറുണ്ട്. നമ്മളും അങ്ങനല്ലേ? പ്രായോഗിക പരീക്ഷയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ച് നയിക്കും. നമ്മൾ ഇതൊക്കെ കേട്ട് ഉത്സാഹഭരിതരായി ഇനി കർത്താവിന് വേണ്ടി ജീവിക്കണമൊക്കെ തീരുമാനിച്ച് വീട്ടിൽ ചെന്ന ആദ്യത്തെ പരീക്ഷയിൽ തന്നെ നമ്മളതെല്ലാം മറന്നു ഇല്ലേ? ആദ്യത്തെ പരീക്ഷയിൽ തന്നെ നമ്മുടെ വീട് വീഴും, മണന്മേൽ പടുത്ത വീട് പോലെ. ഒരു ചെറിയ കാറ്റ് വന്നാൽ മതി, ഇതേ കിടക്കുന്നു ഇല്ലേ? ഭാര്യയുടെ മുഖം ഒന്ന് ഇച്ചിരി ഒന്ന് കറുത്ത് കണ്ടാൽ മതി, ചിരി ഇല്ലാണ്ട് കണ്ടാൽ മതി, നമ്മളും അസ്വസ്ഥരായി കഴിയും. തിരിച്ചു അല്ലെങ്കിൽ ഒരു ശ്വാസന കേട്ടാൽ മതി, എല്ലാം തീർന്നു. ഉണ്ടായ സന്തോഷം പോയി, സമാധാനം പോയി, സ്വസ്ഥതയും പോയി, ആകെ പിണക്കമായി. പക്ഷെ പുതിയ റൈസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശാസനയും തിരുത്തലിനെയും ഒക്കെ ഒരു അനുഗ്രഹമായിട്ട് അവരെടുക്കുന്നത്. നമുക്കറിയാം, ആദാമി വർഗത്തിന് ഇതൊന്നും ഇഷ്ടമല്ല. ആദിമ വർഗത്തിന് തങ്ങളെ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, എല്ലാവരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പക്ഷെ എല്ലാവരും നിങ്ങളെ പകച്ച് നിങ്ങളുടെ പേര് വിടക്കുന്ന എണ്ണുമ്പം സന്തോഷിച്ച് തുള്ളി ചാടുക. ഇനി പുതിയ വർഗത്തിന്റെ പ്രത്യേകത അതാണ്. ഒരു പ്രശംസ, ദൈവത്തിന്റെ പ്രശംസ മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ, മനുഷ്യന്റെ പ്രശംസ ആഗ്രഹിക്കത്തില്ല. എന്ന് മാത്രമല്ല, മനുഷ്യൻ ദുഷിക്കുകയും പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാകരുത്, സന്തോഷിച്ച് തുള്ളി ചാടുകയും ഇല്ല. നമ്മുടെ ബുദ്ധിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പുതിയ സൃഷ്ടിയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ഈ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് ഒരു ഭാഷ പഠിക്കും നമ്മൾ പറയുന്നത് കേട്ട്. പക്ഷേ ഒരു മൃഗത്തോട് നമ്മൾ എത്ര നേരം വർത്താനം പറഞ്ഞാലും അതിനൊന്നും തിരിയല്ല. നമ്മുടെ വീട്ടിൽ ജനിച്ചതാണെങ്കിൽ പോലും നമ്മൾ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അതിനോട് സംസാരിക്കാൻ ശ്രമിച്ചാലും അതിന് കാര്യമായിട്ടൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞിന് അങ്ങനെയല്ല, അത് വളരെ പെട്ടെന്ന് 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 ഗ്രഹിച്ചുകൊണ്ടിരിക്കും. അല്ലെ? നമ്മൾ പറയുന്നതിനെ അത് വളരെ പെട്ടെന്ന് അനുകരിക്കുന്ന കാണാൻ കഴിയും. എന്താ ഇതിന്റെ കാരണം? അവൻ്റെ ഉള്ളിലെ നേച്ചറാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ക്രിസ്തുവിൽ ജനിച്ച ഒരാളാവുമ്പോൾ, ക്രിസ്തുവിലായ ഒരാളാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പം ആന്തരികമായിട്ട് ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും. മാത്രമല്ല, അതുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്. വീഴുമ്പോൾ ദുഃഖിക്കാൻ കാരണം അതാണ്. ഞാൻ ഇങ്ങനെ ആയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ദുഃഖിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ വീണതിന് ശേഷം ന്യായീകരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എവിടെയോ കാര്യമായ ഒരു അപകടമുണ്ട്. ഇതുവരെ നമ്മൾ ആ ദൈവിക ആന്തരിക നേച്ചർ പ്രാപിച്ചിട്ടില്ല. അത് പ്രാപിച്ച ഒരാൾക്ക് വളരെ എളുപ്പമായത്. ആളെ അവമാനിക്കുമ്പം സന്തോഷമാണ്. കഷ്ടത, നമ്മുടെ ഒരു പാട്ട്, കഷ്ടതയെല്ലാം മോദമെന്നെണ്ണും. അതുകൊണ്ട് പൗലോസപ്പോസ്തലൻ പറഞ്ഞ, കഷ്ടങ്ങളിൽ ഞങ്ങള് പ്രശംസിക്കുന്നു. പക്ഷെ നമ്മൾ കഷ്ടങ്ങളോടെ നമ്മുടെ പ്രതികരണം എങ്ങനെ? വെറുക്കപ്പെടേണ്ടതും ഭാഗ്യപ്പെടേണ്ടതും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമെന്നാണ്. അത് സാമ്പത്തിക നഷ്ടമായിരിക്കാം, രോഗങ്ങളായിരിക്കാം, മരണമായിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ മരണത്തോട് വെല്ലുവിളിക്കാൻ കാരണം എന്താ? നമ്മൾ മരണഭീതിയിൽ സ്വതന്ത്രരായി. നമുക്കൊരു പ്രത്യാശയുണ്ട്, ഈ മരണത്തിനപ്പുറം കർത്താവിന്റെ മടിയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഈ നമ്മൾ ഈ നീതിയുടെ മാർഗത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ആന്തരിക ബോധ്യത്തിലേക്ക് വന്നുകൊണ്ടേ, അത് നമ്മുടെ പ്രായോഗിക ലൈഫായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുറ്റപ്പെടുത്തൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തൽ, വിരൽ ചൂണ്ടുന്നത്, ശ്യാമരാജൻ അത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നിർത്താൻ പറഞ്ഞു. വിരൽ ചൂണ്ടുന്നതും, വിരൽ ചൂണ്ടുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ദൈവിക നീതിയുടെ വഴി നടക്കുന്ന ഒരാള് മറ്റുള്ളവരെ അല്ല കുറ്റപ്പെടുത്താനെത്താണ്. പല മാതാപിതാക്കളും പിള്ളേരെ കുറ്റപ്പെടുത്തും. പക്ഷെ യഥാർത്ഥ കുഴപ്പക്കാരാരാ? മാതാപിതാക്കൾ. എന്തുകൊണ്ടത്? ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ വൃദ്ധനായാലും വിട്ടുമാറുകയാണ്. അപ്പം നമ്മൾ നടക്കേണ്ടത് വഴി അഭ്യസിപ്പിക്കാത്തത് കൊണ്ടാണ് അവർ തെറ്റിപ്പോകുന്നത്. അപ്പൊ നമ്മൾ അവരുടെ നേരെ വിളിച്ചു കൊണ്ടിപ്പം നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുക. ശരിക്കും നേരം നമ്മൾ നമ്മുടെ നേരെ വരും. എന്റെ കുഴപ്പമെന്നാ പറയുന്നത്. ഞാൻ ആ പോകേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കാതിരുന്നത് കൊണ്ടാണ് എന്റെ കുഞ്ഞ് അങ്ങനെ ആയിപ്പോയെന്ന് ഓർന്ന് നമ്മൾ ദുഃഖിക്കുക വേണ്ടി, അനുദപിക്കുക വേണ്ടി, കുറ്റം ഏറ്റെടുക്കുക വേണ്ടി, എന്നാലും നമ്മൾ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി ചോദിക്കുക വേണ്ടി. അതിന് പകരം നമ്മൾ കുറ്റം മുഴുവൻ അവരുടെ മേലെ ചുമത്തും.
അവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ചും. പക്ഷെ നമുക്കറിയാം മോശ അല്ലേ, ജനിച്ച് ഉടൻ തന്നെ അവനെ നൈൽ നദി കൊണ്ടുപോയി ഇട്ടതാ. അവിടുന്ന് ഫറവന്റെ പുത്രി എടുത്തിട്ട് മുല കൊടുക്കാനായിട്ടാണ് തിരിച്ചമ്മയെ ഏൽപ്പിച്ചത്. പക്ഷെ എനിക്കത് മുലകുടി പറ്റി എത്ര കൊല്ലമാണെന്നോ എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. നമ്മുടെ കാലഘട്ടത്തിൽ 2.5 വയസ്സും 4 വയസ്സ് വരെ കുടിക്കുന്നവരെ അറിയാം, ഇതിൽ കൂടുതൽ അറിയത്തില്ല. ആ കാലത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും മുലകുടി മാറി ഉടനെ വീണ്ടും ഫറവന്റെ കൊട്ടാരത്തിൽ എത്തിയ മോശ അവിടെ അത്രയും വർഷം താമസിച്ചിട്ടും അവന്റെ അകത്തിലുണ്ടെന്ന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ അവൻ സഹോദരന്മാരെ കാണാൻ പുറത്തിറങ്ങി, ഒരു മിസ്രൈമ്യൻ തന്റെ സഹോദരനെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ അവനെ അടിച്ചു കൊന്ന് കുഴിച്ചിട്ട് നമ്മൾ വായിക്കുന്നു. എന്തുകൊണ്ടാ? എങ്ങനെ കിട്ടിയത് ആ സഹോദരനോടുള്ള സ്നേഹം? അത് ആ അമ്മയിൽ നിന്ന് കിട്ടിയതാ. അമ്മയുടെ കൂടെ ആയിരുന്നപ്പോൾ അവനെ ഈ ഇസ്രായേലിന്റെ ചരിത്രം എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് അവനെ കുറിച്ച് തന്നെ അവനോട് പറഞ്ഞു കാണും, മോനെ നിന്റെ സമപ്രായക്കാരെ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ഈ ദേശത്തില്ല, നമ്മുടെ യഹൂദന്മാരുടെ ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളഞ്ഞതാണ്. അപ്പൊ ദൈവം നിന്നെ സംരക്ഷിച്ചതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിന്. നിന്നിലൂടെ ദൈവത്തിന് വലിയൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ആ ഒരു ബോധ്യം മോശയുടെ ഉള്ളിൽ ഇട്ടിരുന്നു. അതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മോശ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നമ്മൾ വായിക്കുന്ന മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്നയം വലിയതനുബന്ധമുണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിന്റെ സുഖങ്ങളും പ്രതാപവും അംഗീകാരവും ലൈംഗിക മോഹങ്ങളൊക്കെ കൂടുതൽ ആകർഷകമായി തീരുന്നതിന്റെ കാരണം എന്താ? കാരണം നമ്മളെ ഏൽപ്പിച്ച സമയത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അതിനെ നടത്തേണ്ട പോലെ നമ്മൾ നടത്തിയില്ല. നമ്മൾ ആ കാര്യത്തിലൊക്കെ നിഷ്ക്രിയരായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച് അവരൊക്കെ ശരിയായിക്കോളും. പല മാതാപിതാക്കളെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ ഒരു തെറ്റായ കാര്യം കണ്ട് അവരോട് പറയുമ്പോൾ നമ്മളോട് കോപിക്കും. എൻ്റെ കുഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആദാമ്യ സന്തതിയാണ്. നേച്ചർ ആദാമിൻ്റെതാ. അത് എങ്ങോട്ടാന്ന് ഈ ഉൽപ്പത്തി 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ നിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ ഡയറക്റ്റ് നേരെയാക്കാനുള്ള ഒരു പോരാട്ടത്തിൽ ഒരു മാതാവും പിതാവും ആയിരിക്കും. മുൻകൂട്ടി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. നിരന്തരമായിട്ട് നമ്മളോട് പറയുന്ന സകല ഉപദേശത്തോടും കൂടി ശാസിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ മൂല്യങ്ങൾ അവരുടെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തെറ്റിപ്പോകത്തില്ല. അവിടെ നമ്മൾ പരാജയപ്പെടുന്നിടത്താണ് ഒരു ബാഹ്യമായ മൂല്യമൊക്കെ അവർക്ക് കാണും. അല്ലെ, ചർച്ചിൽ വളരെ സജീവമായിട്ട് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം കേട്ടു നമ്മുടെ ഒരു ചർച്ചിലുള്ള ചെറുപ്പക്കാരെ കുറിച്ച്. ചർച്ചിലെ എല്ലാ കാര്യങ്ങളിലും ഒരു മുൻപന്തിയില്ല, പാട്ടും എല്ലാ കാര്യവും ചെയ്യുന്നതിലും. പക്ഷെ കോളേജ് വിദ്യാഭ്യാസത്തിൽ പോയി 1-2 വർഷം കഴിഞ്ഞപ്പം കുറെ പേര് നിരീശ്വരവാദികളായിട്ട് മാറി. ദൈവം ഇല്ലെന്നുള്ളൊരു എങ്ങനെയാ സംഭവിച്ചത്? ഇല്ല, അവർ വളരെ ചർച്ച ഒന്നാകെ അവരെ പ്രശംസിക്കുന്നതായിരുന്നു. എല്ലാ കാര്യങ്ങളിലൂടെ ഒരു ഉത്സാഹവും എരിവും പാട്ടിലും എല്ലാ കാര്യങ്ങളിലും. പക്ഷെ അവർ കുറച്ച് ഫ്രീ ആയി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ മൂല്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ട് ലോകത്തിന്റെ മൂല്യങ്ങളാണ് അവർ വിലമതിക്കാൻ തുടങ്ങി. അതിന്റെ കാരണം അവരുടെ ഹൃദയങ്ങളിൽ ഈ മൂല്യങ്ങൾ കുത്തിവെക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അതിന്റെ കാരണം, പ്രധാനമായിട്ടുള്ളൊരു കാരണം, നമ്മുടെ ലൈഫാണ് അവർ നോക്കുന്നത്. നമ്മുടെ ഉപദേശത്തിനപ്പുറത്തായിട്ട് നമ്മുടെ സംസാരം, ഇടപെടലുകൾ, നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വിലമതിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ പറച്ചിലെല്ലാം ഉണ്ടെങ്കിലും പ്രവൃത്തിയിൽ ഇല്ലാണ്ട് വരുന്നിടത്ത്, അതാണ് സ്വന്തം നീതി അന്വേഷിക്കുന്നവരുടെ പ്രത്യേകത. അതാണ്. പക്ഷെ ദൈവനീതി അന്വേഷിക്കുന്നവരെപ്പോഴും ഒരു ദൈവിക മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിലപാടുകൾ എടുക്കുന്നത്. അവരത് കണ്ടോണ്ടായിരിക്കും. കള്ളം പറയുകയല്ല, എന്ത് വന്നാലും കോപിക്കത്തില്ല, കോപിച്ചാൽ തന്നെ ക്ഷമ ചോദിക്കും. ഈ മാതാക്കന്മാർക്കല്ലെ ഭാര്യമാർക്ക് ബഹുമാനം കൊടുക്കുന്നു, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നു. തിരിച്ച് ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു, അനുസരിക്കുന്നു. ഭർത്താവിനെ കുറിച്ച് ആരോടും ഒരു പരാതിയും പറയുന്നില്ല, കുറ്റം പറയുന്നില്ല. അങ്ങനെയുള്ള വഴികളിലൂടെ കടന്നു പോകുമ്പം അവർ ദൈവം മുമ്പാകെ നിൽക്കുന്നു. കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണുമ്പം ഇതിന് യാഥാർത്ഥ്യമാണെന്നൊരു തോന്നൽ അവര് വരും. മറ്റേ നമ്മൾ പലപ്പോഴും പരീക്ഷന്മാരുടെ തലത്തിലേക്ക് സ്വന്തം നീതിന് പിന്നാലെ പോകുന്നുണ്ട്. നമ്മളെ തന്നെ ന്യായീകരിക്കുന്നതും നമ്മളെ തന്നെ പ്രശംസിക്കുന്നവരും നമ്മളെ തന്നെ ഉയർത്തുന്നവരും കുറ്റപ്പെടുത്തപ്പെടുമ്പം തിരിച്ചടിക്കുകയും, നമ്മൾ പറയുമ്പം രോമം കത്തിരിക്കുന്നതിന് മിണ്ടാതിരിക്കും, ഞാടിനെ പോലെയൊക്കെ ആയിരുന്നു കർത്താവ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മള് രോമം കത്തിരിക്കുന്ന അവിടെ കത്രിക എടുക്കുമ്പോഴേ ഇവിടെ പ്രതിഷേധം തുടങ്ങും.
ദൈവം ഇത് അനുവദിക്കും നമ്മുടെ ഉള്ളിൽ. അത് ഭാര്യമാരിലൂടെയും ഭർത്താക്കന്മാരിലും കുഞ്ഞുങ്ങളിലൂടെ എല്ലാം ഉണ്ട്. ഇതൊരു പരീക്ഷണ അളരിയാണ് നമ്മുടെ കുടുംബജീവിതം എന്ന് പറയാം. അവിടെയാണ് നമ്മൾ കൂടുതലും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. അവർക്കൊരു മാതൃക. അതുകൊണ്ട് ഇപ്പൊ തീമോഥെയോസിനോട് പറയുമ്പോൾ പറയുന്നുണ്ട്, നീ സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക. ഉപദേശം മാത്രമല്ല, ഉപദേശം വേണം, പക്ഷേ മാതൃകയും കൂടെ വേണം. അപ്പൊ നമ്മളെ നോക്കുമ്പോൾ അവർക്കൊരു ചലഞ്ചായിരിക്കണം നമ്മുടെ ജീവിതം. മൂല്യം, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ലൈഫിൽ അതുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ വായിച്ചത് 3:1 വായിച്ച തീത്തോസ് 3, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കുക. അപ്പം വീട്ടിലെ അധികാരം ഏതാ? ഒന്നാമത്തെ അധികാരം ഭർത്താവാ, രണ്ടാമത് ഭാര്യ. അപ്പം ഭാര്യ ഭർത്താവിനും, ഭർത്താവ് കർത്താവിനും, അങ്ങനെയൊന്നുമില്ല. ഭർത്താവിന്റെ മേലെ സർവാധികാരിയൊന്നുമല്ല, തലയായ ക്രിസ്തുവുണ്ട്. ഭർത്താവ് ക്രിസ്തുവിന് കീഴടങ്ങുന്നു, ഭാര്യ ഭർത്താവിന് കീഴടങ്ങുന്നു, കുഞ്ഞുങ്ങള് മാതാപിതാക്കൾക്ക് കീഴടങ്ങുന്നു. ഒരു അനുസരണത്തിന്റെ ഒരു മൂല്യങ്ങളും ആത്മാവിനെയും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ അനുസരണത്തിലൂടെ. ഇപ്പൊ ഒരു ഭർത്താവിന് കീഴടങ്ങാത്ത ഒരു ഭർത്താവിനെ ഭാര്യ കീഴടങ്ങാൻ വിഷമമാണ്. അപ്പം ഭാര്യ കീഴടങ്ങുന്നില്ലേ, നാം നമ്മെ തന്നെ വിധിക്കണം. ഞാൻ ഏതളവിൽ കർത്താവിന് കീഴടങ്ങുന്നുണ്ട്, ഞാൻ തലയെ മാത്രം മുറുകെ പിടിക്കുന്നുണ്ട്, തലയുടെ മൂല്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യം. നമ്മൾ നിരന്തരമായിട്ട് മാനസാന്തരത്തിലാണ് നടക്കേണ്ടത്. ഒരിക്കൽ നമ്മൾ മാനസാന്തരപ്പെട്ട് തുടങ്ങിയാൽ നമ്മുടെ മരണം വരെ ഈ മാനസാന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മുന്നോട്ട് പോകും തോറും കൂടുതൽ തലങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും, നമ്മളെ തന്നെ വിധിക്കുമ്പോൾ. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ കണ്ടെത്തിയൊരു കാര്യം, ദൈവനീതി അന്വേഷിക്കുന്ന ഒരാൾ എപ്പോഴും തന്റെ രക്ഷയായിരിക്കും കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മറ്റുള്ളവരുടെ ഒരു കുറവോ കുറ്റം കാണുമ്പോൾ പോലും തന്നിൽ നിന്ന് ഉയർന്നു വരുന്ന അസ്വസ്ഥതയും അവരെ വിധിക്കാനുള്ള മനോഭാവത്തെയും അവരോട് ഉള്ളിൽ തോന്നുന്ന അകൽച്ചയൊക്കെ താൻ തന്നെ വിധിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക ചെയ്യും. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നം, അന്നേരത്തെ നമ്മൾ ചാടി വീണ് അവരുടെ രക്ഷയാണ് നമ്മുടെ പ്രധാനം. അവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, എങ്ങനെയും ഒന്ന് ശരിയാക്കി കൊണ്ടുവരട്ടെ. അത് നമ്മുടെ പ്രവൃത്തിയല്ല, അത് ദൈവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദാവീദ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നതിന് നീയാ. അത് ദൈവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ കടന്നു പോകുമ്പോഴെല്ലാം നമ്മളെ തന്നെ വിധിക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നില്ല, ഒരിക്കലും ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബാംഗ്ലൂർ CMCന്റെ മീറ്റിങ്ങിന് പോയപ്പം ഇവിടുന്ന് നല്ലൊരു മൈക്രോഫോൺ ചർച്ചിന് കിട്ടിയായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു തമിഴ്നാട്ടിലെ ചർച്ചിലെ ഒരു എൽഡർ ബ്രദർ, പുള്ളി ഇങ്ങനെ വളരെ സ്പീഡ് കൂടിയ ആളാണ്. അപ്പൊ പുള്ളി അവിടെ അവരതൊക്കെ ശരിയാക്കുന്ന സമയത്ത് സ്റ്റേജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 3-4 പ്രാവശ്യം ഇങ്ങനെ വളരെ സ്പീഡിൽ നടന്ന് പുള്ളിയുടെ കാലയില് ഇത് ചുറ്റിയിട്ട് താഴെ വീണെന്തോ കേട് പറ്റി. അപ്പൊ നമ്മുടെ സാഗ് ബ്രദറെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബ്രദറിന്റെ മുഖത്തോട്ടാ നോക്കിയത്. ബ്രദറിന്റെ മുഖത്ത് ഒരു ഭാവഭേദവും ഇല്ല, ബ്രദർ സ്വസ്ഥനാണ്. അതുപോലെ തന്നെ ഒരിക്കല് കോട്ടയത്തെ നമ്മുടെ ചർച്ചിൽ പോയപ്പോ ജോജി ബ്രദറിന്റെ അവിടെയാ ഞങ്ങൾ താമസിച്ചത്. അവിടെ സഹോദരന്മാരുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മുറി ഒന്ന് ക്രമീകരിക്കാൻ നേരത്ത് അപ്പൊ അധികം ആൾക്കാരല്ല. അപ്പം ബ്രദർ ആ കടലെ പിടിച്ചങ്ങ് വലിക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ബ്രദറെ വലിക്കല്ലേ, ബ്രദർ വലിച്ചാലല്ല പറ്റാനാ എന്ന് പറഞ്ഞാൽ അതിനോടുള്ള മനോഭാവം. നമ്മളാണേല് വളരെ 4 പേരെ കൂട്ടി സൂക്ഷിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഭൗതിക കാര്യങ്ങളോടുള്ള നമ്മുടെ മൂല്യബോധം അത് നമ്മളെ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ദൈവം ആന്തരികമായിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ ആയിത്തീരുകയല്ല, പക്ഷെ ആദ്യം ഈ ഒരു നീതിയുടെ വഴിയിലുള്ള ദൈവേഷ്ടത്തെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം നമുക്ക് കിട്ടുന്നത്, ഉള്ളിലൊരു ദർശനം. അതിനുശേഷമാണ് നമ്മൾ ഈ ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഒരു യാത്ര, ഒരു പോരാട്ടം തുടങ്ങുന്നത്. അവിടെ നമ്മൾ ഒത്തിരി ത്യജിക്കാനുണ്ട്, ഉപേക്ഷിക്കാനുണ്ട്, തള്ളിക്കളയാനുണ്ട്, പല മൂല്യബോധങ്ങൾക്കും വ്യത്യാസം വരാനുണ്ട്. നമ്മൾ ആ മൂല്യബോധങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും. ഗോതമ്പ് മണി നിലത്ത് വേണ്ടി ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വഭാവത്തിനൊരു വ്യത്യാസം വരത്തില്ല. നമ്മൾ പുറമെ ഉപദേശങ്ങളൊക്കെ വളരെ നന്നായിട്ട് പറയും, പക്ഷെ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല.
മറ്റേ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ സ്വസ്ഥതയുള്ളവരായി തീരും, കൂടുതൽ സഹിഷ്ണുതയുള്ളവര്, പരാതി പറയാത്തവര്, കുറ്റപ്പെടുത്താത്തവര്, ആക്രോശിക്കാത്തവര്, നീരസമില്ലാത്തവര്. ആ നിലയിൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്വസ്ഥത നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. കർത്താവ് മത്തായി 11:29 പറഞ്ഞ പോലെ നിങ്ങൾ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പൊ സൗരസന്മാരെ അങ്ങനെ ഒരു മാറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചിട്ട് കുടുംബത്തിലേക്ക് വ്യാപരിക്കുക ചെയ്യുന്നത്, നമ്മുടെ ഒരു മാതൃകയായി തീരുക ചെയ്യുന്നത്. അങ്ങനെയാണ് അത് മറ്റുള്ളവരിലേക്കും വ്യാപരിക്കുന്നത്. അപ്പം അതേസമയം നമ്മൾ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പം പരീക്ഷന്മാർ ആ കാര്യത്തിൽ വളരെ തീക്ഷ്ണതയുള്ളവരാണ്. ഉപദേശത്തിന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. കർത്താവ് കൊണ്ടാ പറഞ്ഞ് അവരുടെ ഉപദേശം എല്ലാം ശരി, അവർ പറയുന്നവരെല്ലാം ചെയ്തു, പക്ഷെ അവര് ചെയ്യുന്ന പോലെ ചെയ്യരുത്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പരീക്ഷനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയിട്ട് പരീക്ഷന്റെ മനോഭാവം എന്താ? മറ്റേ ആളെ താത്തിക്കെട്ടുന്ന മനോഭാവം. ഇനി ഇന്ന് ചുങ്കക്കാരനെ പോലെയോ പാവിയെ പോലെയോ അല്ലാകിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദൈവിക നീതി പിന്തുടരുന്ന ആൾക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല. അതിന്റെ കാരണം എന്താ? ഈ നീതി അവൻ പ്രവർത്തിച്ചുണ്ടാക്കിയൊന്നല്ല. ആ നീതി അവന് സൗജന്യമായിട്ട് കിട്ടിയതാണ്. എനിക്ക് സൗജന്യമായിട്ട് തരാൻ കഴിയുന്ന കർത്താവിന് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എനിക്ക് അസ്വസ്ഥപ്പെടില്ല. നമ്മുടെ ഒരു പാട്ടിൽ പാടാറില്ലേ, നിൻ കാലുകൾ എത്ര വട്ടം നിൻ കാലുകൾ ഇടറി അല്ലേ? നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇടറി വീണവരാണ്. പക്ഷെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ചെറിയ ഇടറി വീഴിനെ പോലും നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നമ്മൾ അന്നേരം അസ്വസ്ഥപ്പെടും, കുറ്റപ്പെടുത്തും. അത് കാണിക്കുന്നത് ദൈവത്തിന്റെ ഈ നീതിയുടെ ഒരു ആന്തരിക തലത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം നമുക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. അത് കിട്ടുമ്പോൾ അത് നമ്മളൊരു സ്വസ്ഥയിലേക്ക് നടത്തും. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത് നിർത്തും. നിഗളം നമുക്കില്ലാതായിത്തീരും. അപ്പം നമ്മൾ സ്വയമായിട്ട് പ്രവർത്തിച്ചുണ്ടാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നിഗളമുണ്ട്. നമ്മുടെ ഇവിടെ കുടിയേറിയ പിതാക്കന്മാരൊക്കെ പലപ്പോഴും പറയുന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാടാ. മക്കളോടൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുമായിരുന്നു. കാരണം അവർ പോരാടി ഉണ്ടാക്കിയതാ അത്. പക്ഷെ ദൈവം എന്താ പറയുന്നത്? സമ്പത്ത് യഹോവയുടെ അനുഗ്രഹത്താൽ വരുന്നു, അധ്വാനത്താൽ എന്നോടൊന്നും കൂട്ടുന്നില്ല. പക്ഷെ ഈ സത്യം അറിഞ്ഞവരോടുള്ള ബന്ധത്തിൽ അവര് പറയുന്നത്, എന്റെ മക്കൾ ഇത് ദൈവം തന്നതാ, നിങ്ങളിത് കളയരുത്. മറ്റേങ്ങല്ല, ഞാൻ ഉണ്ടാക്കിയതാ. അതാണ് ന്യായപ്രമാണത്തിന്റെ നീതിയും ദൈവിക നീതിയും തമ്മിലുള്ള വ്യത്യാസം. ആ സ്വന്തം നീതി എപ്പോഴും നമ്മൾ ഉന്നത ചിന്തകളുള്ളവരാക്കി തീർക്കും. മറ്റുള്ളവരെ നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കും. നമ്മളെ തന്നെ അവരുടെ മേൽ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അത് ഭാര്യ-ഭർത്തൃ ബന്ധത്തിലാണേലും ചർച്ചിലാണേലും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തങ്ങളെ തന്നെ ഉയർത്തും. പക്ഷെ ദൈവിക നീതി കണ്ടെത്തുന്ന ഒരാൾ തന്നെത്താൻ താഴ്ത്തും. അതിന്റെ കാരണം ഇത് തനിക്ക് സൗജന്യമായിട്ട് കിട്ടിയതാ. തനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. തന്റെ പ്രവൃത്തി ഒന്നും അതിന് കാരണമല്ല. താൻ ആകെപ്പാടെ ചെയ്തൊരു കാര്യം വിശ്വസിച്ചു. വിശ്വസിക്കുന്നവർക്കാ ദൈവം ഈ നീതി കണക്കിടുന്നത്, പ്രവർത്തിക്കുന്നവർക്കല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒന്നാമത്തെ പടി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയും തോറും നമ്മൾ ഒത്തിരി സ്വസ്ഥതയുള്ളവരായിത്തീരും. എബ്രായത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, ദൈവത്തിന്റെ സ്വസ്ഥയിൽ പ്രവേശിച്ചും താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. ഇതെല്ലാം ദൈവം നമുക്ക് സൗജന്യമായിട്ട് തരുന്നത്. സൗജന്യമായിട്ട് കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പ്രശംസിക്കാറില്ല, പുകഴാറില്ല. അപ്പം സൗരസന്മാരെ ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഇതിന്റെ തിയറി അധികം നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇതിന്റെ പ്രായോഗിക തലങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധവാന്മാരായി തീരാം. ഓരോ പരീക്ഷയിലും നമുക്കത് കണ്ടെത്തി നമ്മളെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കാം. ദൈവം അങ്ങനെ നമ്മളെ നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ കുടുംബജീവിതങ്ങളിലും സഭാജീവിതങ്ങളിലുമാണ് ഇതിന്റെ പ്രായോഗിക സ്റ്റെപ്പുകളെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാൻ അപ്പോസ്തലൻ ലളിതമായ ഒരു ഉപദേശമുണ്ട്. ഈ നീതി നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സഹോദരനെ സ്നേഹിക്കും, ഭാര്യയെ സ്നേഹിക്കും, ശത്രുവിനെ സ്നേഹിക്കും. സ്നേഹമായിരിക്കും മുന്നേ നിൽക്കുന്നത്. ഈ സ്വന്തം നീതിയാണ് നമുക്കങ്ങനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. മുന്നേ നിൽക്കുന്നത് വിധിക്കലായിരിക്കും. മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവരുടെ മേൽ നമ്മളെ തന്നെ ഉയർത്തുകയും ചെയ്യുന്ന ചിന്താഗതിയായിരിക്കും. നമ്മൾ താന്ന് 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 പോയിക്കൊണ്ടിരിക്കും.
ഈ ദൈവിക നീതിയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ എത്തും തോറും കർത്താവ് പറഞ്ഞില്ലേ, ഞാനോ ഒരു കൃമിയത്ര. സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവിൽ പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവം മനുഷ്യനായിട്ട് വന്നിട്ട് ഒരു കൃമിക്ക് തുല്യനായിട്ടാണ് താന്ന് 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 പോയത്. പരിഹസിക്കപ്പെടാനും നിന്ദിക്കപ്പെടാനും അവമാനിക്കപ്പെടാനും കുറ്റപ്പെടുത്തപ്പെടാനും കൊല്ലപ്പെടാനും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ദൈവിക നീതി മനസ്സിലാക്കുന്ന ഒരാൾ ഒരിക്കലും തന്റെ നീതിക്ക് വേണ്ടി പോരാടത്തില്ല, തെളിയിക്കാനുള്ള ശ്രമത്തിലായിരിക്കത്തില്ല. അത് തെളിയിക്കുന്ന ദൈവമാണ്. അത് തെളിയിക്കുന്നൊരു ദിവസമുണ്ട്, തെളിയുന്നൊരു ദിവസമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാൻ അവൻ തയ്യാറായിരിക്കും. സ്വന്തം നീതി അന്വേഷിക്കുന്നവരുള്ള ബന്ധത്തിൽ അവർക്ക് ഇപ്പം തന്നെ തെളിയിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടാകും. താൻ പറഞ്ഞത് ശരിയാണ്, തന്നെക്കുറിച്ച് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചതാണ്. കർത്താവ് തെറ്റിദ്ധാരണയുടെ എല്ലാ വഴിയിലൂടെ പോകാൻ നമ്മളെ അനുവദിക്കും. എല്ലാ ദൈവഭക്തന്മാരോടുള്ള ബന്ധത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. അവഗണിക്കപ്പെടുകയും അവമാനിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും. പഴയ പ്രവചന്മാരെയൊക്കെ എടുത്തു നോക്കി. എപ്പോഴാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മളത് വായിക്കുന്നുണ്ട്, ഈ സ്തെഫാനോസിന് നേരെ അവർ തിരിഞ്ഞെന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവര് കോപ പരവശരായി തീർന്നത്. 7-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യം മുതൽ, ശാഠ്യക്കാരും ഹൃദയത്തിന് ചെവിക്കും പരിചയമില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവോട് മറത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവരെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായ എന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരെ നിയോഗമായി ന്യായപ്രമാണം പ്രാപിച്ചെങ്കിൽ അത് പ്രമാണിച്ചിട്ട്. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. ദൈവിക നീതിന് പിന്നാലെ പോകുന്ന ഒരാള് വിമർശനങ്ങളോട് സഹിഷ്ണുതയുള്ളവനായിരിക്കും. വിമർശനം കേൾക്കുമ്പോൾ പല്ല് കടിക്കത്തില്ല, സ്വസ്ഥനായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഈ ഒരു വെളിച്ചത്തിൽ ശോധന ചെയ്ത് നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മളെ കണ്ടെത്തും. അവിടെ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർ കനാൻ കീഴടക്കിയപ്പോൾ ഒറ്റയടിക്ക് കനാൻ ഒന്നാമത് പിടിച്ചെടുക്കുകയല്ലേ ചെയ്തത്. നീണ്ട കാലത്തെ യുദ്ധത്തിന് ശേഷം യോശുവയോട് ആരംഭിച്ചിട്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. എന്നിട്ട് അവർക്ക് കനാൻ പൂർണ്ണമായിട്ട് കീഴടക്കാൻ പറ്റില്ല നമ്മൾ വായിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളും മനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് ദൈവമക്കളായതിനു ശേഷം ഈ ഒരു പോരാട്ടത്തിലാണ് പടിപടിയായിട്ടാണ് നമ്മൾ ഇതിനെ കീഴടക്കുന്നത്. അവരാദ്യം എരിഹോ പിടിച്ചെന്ന് പറഞ്ഞ പോലെ നമ്മളും പടിപടിയായിട്ടാണ് പോകുന്നത്. ഈ ദുർമോഹവും കോപവും മത്സരവും അനുസരണക്കേടും ശാഠ്യവും ഓരോന്നോരോന്നോരോന്നായിട്ടാണ് കീഴടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ ഏറ്റവും അധികം അടക്കി വെച്ചിരിക്കുന്ന ഏതാണോ അതിനോടുള്ള പോരാട്ടത്തിൽ നമുക്കായിരിക്കും. കോപമാണെങ്കിൽ കോപം, ലൈംഗിക ചിന്തകളാണ് അത്, മത്സരം, വഴങ്ങാത്ത മനോഭാവം, ശാഠ്യം, മറ്റുള്ളവരെ വിധിക്കുന്നത്, ഏതാണോ നമ്മുടെ ഉള്ള പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം, ഇതിൽ ഏതാണെന്ന് നമുക്ക് തന്നെ കണ്ടെത്തി നമുക്ക് കർത്താവിനെടുക്കിച്ചല്ല. നമ്മൾ ദൈവത്തെ അറിയുന്നത് ഈ വഴിയിലാണ്. നമുക്കറിയാം, യോഹന്നാൻ 17:3 പറയുന്നത് ഏകസത്യം നിന്നെ നിശ്ചയിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്ന എത്തിയവൻ. എങ്ങനെ നമ്മൾ ദൈവത്തെ അറിയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ ഉള്ളിൽ ഈ ശത്രുക്കളെ കീഴടക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ പടിപടിയായിട്ട് അറിയുന്നത്. ദൈവത്തിന്റെ ശക്തിയും സ്നേഹവും അധികാരവും ബലവും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ നമ്മൾ ദൈവത്തെ അറിയുന്നു. കൂടുതൽ 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 നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന ജഡത്തെ കീഴടക്കണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം പടിപടിയായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു കുഞ്ഞിനെ LKG ചേർത്താൽ UKG ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്ന പോലെ ക്രമത്തിലാണ് പോകുന്നത്. ഒറ്റയടിക്ക് 1 to 3 10 പോകാൻ പറ്റത്തില്ല. അതിന്റെ ക്രമമുണ്ട്. അപ്പൊ നമ്മളെ അങ്ങനെ തന്നെയാണ്. കാരണം അതിന്റെ കാരണം അവിടെ ദൈവം പറയുന്നുണ്ട് ഇസ്രായേൽ മക്കളോട്, ഒറ്റയടിക്ക് അതിനെ നശിപ്പിച്ചാൽ കാട്ടുമൃഗങ്ങൾ പെരുകി നിങ്ങൾക്ക് ഉപദ്രവമാകും. ആ കാട്ടുമൃഗങ്ങളെ നമുക്ക് നികളത്തോട് ഉപമിക്കാം. ചെറിയ കാര്യം മതി നമ്മൾ നിഗളിച്ചു പോകാൻ. പടിപടിയായിട്ട് ദൈവം നമ്മളെ ഈ വഴിയെ നടത്തുമ്പോൾ നമ്മൾ താഴ്മയിലാണ് വളരാനായിട്ട് അനുവദിക്കുന്നത്. നികളത്തിനെതിരായിട്ടുള്ള മനോഭാവം വളരാക്കി തീർത്ത് അങ്ങനെ ഇല്ല. നമ്മൾ ഇതിനെ ജയിക്കുമ്പോൾ നമ്മൾ നിഗളികളാകുന്നെങ്കിൽ നമ്മൾ ആഴമുള്ള കുഴിയിലോട്ടാണ് വീഴുന്നത്.
അപ്പൊ ദൈവം അത് ചെയ്യുമെന്നുള്ളൊരു കാര്യം സത്യമാണ്. യോശുവയും കാലം ഏറ്റു പറഞ്ഞാലും നമുക്കും ഏറ്റു പറയാം, ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കീഴടക്കാൻ കഴിയും. ഈ രാത്രി ഇന്ന് നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന ഏത് പാപത്തോടുള്ള ബന്ധത്തിലും നമുക്ക് ഒരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ നടത്താം. ഗോലിയാത്തിനെ നോക്കി ദാവീദ് ഏറ്റു പറഞ്ഞതുപോലെ, യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഏറ്റുപറച്ചിലുമായിട്ട് കർത്താവിന്റെ പിന്നാലെ പോവാം. നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ സഹായിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹമുള്ള പിതാവേ, അവിടുത്തെ വാഗ്ദത്ത വചനങ്ങൾക്കായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറച്ച്, ജ്ഞാനാത്മാവ് കൊണ്ട് അടിയങ്ങളെ നിറച്ച്, അവിടുത്തെ വചനത്തിന്റെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളും മർമ്മങ്ങളും ഗ്രഹിച്ച് അനുസരണത്തിന്റെ വഴിയിൽ നടന്ന് കൂടുതൽ അങ്ങോട്ട് അനുരൂപപ്പെട്ട് അവിടുത്തെ സ്വഭാവത്താൽ നിറഞ്ഞവരായി അടിയങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളുടെ കുടുംബങ്ങളില്, സഭകളില് അടിയങ്ങൾ ഇടപെടുന്നവരുള്ള ബന്ധത്തിൽ അവരെ അടിയങ്ങളുടെ ജീവിതം കൊണ്ട് വെല്ലുവിളിക്കത്തക്കവണ്ണം അടിയങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടതിനായിട്ട് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇരുത്തിലെ ജ്ഞാനത്താലും പരിശുദ്ധാത്മാരും നിറവിനാലും അടിയങ്ങളെ നിറച്ച് സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.